ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് അപ്കമിങ് വിശേഷമാണ്. നമ്മുടെ ഫുൾ വിശേഷവും പ്രമോ വിശേഷമൊക്കെ മെയിൻ ചാനലിലാണ് നമ്മൾ ഇടുന്നത്. ചാനലിന്റെ പേര് ജിൽജിൽ ചിന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ല എങ്കിൽ, ഇതുവരെ നമ്മുടെ മെയിൻ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫുൾ വിശേഷമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നലെ പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നയന പ്രായച്ചിത്തം ചെയ്യാൻ പോയല്ലോ. പ്രായച്ചിത്തക്കാവിലെ പ്രായച്ചിത്തം ചെയ്യാൻ പോയി. നയനയും ആദർശം തമ്മിലുള്ള വഴക്കും പിണക്കവും ഒക്കെ തീർന്നു. അവരൊന്നിച്ചു. പക്ഷേ വേറെ ആർക്കും അവിടെ അറിയില്ല. നയനയും ദേവയാനിയും ആദർശവും ഒക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവർ കൂട്ടായി എന്നൊന്നും അറിയില്ല കേട്ടോ. വേറെ ആരെയും ഇവർ അറിയിച്ചിട്ടൊന്നുമില്ല. ഇതിനിടയിൽ നമ്മുടെ അനാമികയ്ക്കിട്ടൊരു പൊട്ടീര് കൊടുത്ത കഥയും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ നയന പെരുങ്കള്ളിയാണെന്നും നയന മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് കൊള്ളയടിച്ചെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പരത്തി. അതുകൊണ്ടാണ് ആദർശ് നയനയെ എന്തൊക്കെയാണോ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോവാ, ചീഫ് ഡിസൈനർ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതൊക്കെയാണെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞ് പരത്തിയതാണ് കേട്ടോ. ഈ ജലജയും അനാമികയും ജാനകിയും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ പറഞ്ഞ് പരത്തിയത്. അത് അതിനു വേണ്ടിയാണ് നമ്മുടെ ആദർശ് നല്ലൊരു പൊട്ടീര് വെച്ചൊക്കെ കൊടുത്തു. അപ്പൊ ഈ പൊട്ടീര് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് സഹിക്കുവോ? അനാമിക അങ്ങോട്ട് നേരെ ചെന്നില്ലേ, ഇവിടുന്ന് ബാഗും പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വിറക്കിയും, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. എൻ്റെ ഭർത്താവ് എന്നെ തല്ലിക്കോട്ടെ, ഭർത്താവിൻ്റെ ചേട്ടൻ എന്നെ തല്ലാൻ എന്ത് അധികാരം ഉള്ളത്, എൻ്റെ അമ്മായിയമ്മയോ അമ്മായി അച്ഛനോ എന്നെ തല്ലിക്കോട്ടെ, എന്തിനാണ് ആദർശേട്ടൻ എന്നെ തല്ലിയത്, ആദർശേട്ടൻ്റെ ഭാര്യയെ നിലക്കി നിർത്തിയാൽ മതി, എന്നെ തല്ലാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ രേവതിയുടെയും വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനമില്ല അനാമികയ്ക്ക്. എങ്ങനെയെങ്കിലും ആദർശനിട്ട് 8ന്റെ പണി കൊടുക്കണം. ആദർശനിട്ട് പണി കൊടുത്തേ പറ്റൂ. അതുപോലെ ആദർശനോട് ദേഷ്യമാണ്. അപ്പം നമ്മുടെ വേണുവിനോട് പറഞ്ഞു, അച്ഛ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അവൻ അങ്ങനെ സുഖിക്കേണ്ട. എൻ്റെ കർണത്തെ കണ്ടില്ലേ, 4 വിരല് പതിഞ്ഞിരിക്കുക. ഒരു വിരൽ എന്തോ മിസ്സായി പോയതാ, 4 വിരല് പതിഞ്ഞിട്ടുണ്ട്. ഇതിനെനിക്ക് പകരം വീട്ടിയേ പറ്റൂ. അവന്റെ അഹങ്കാരം എനിക്ക് കുറയ്ക്കണം. എങ്ങനെയെങ്കിലും അവനെ കുറച്ച് ദിവസം വീട്ടിൽ കിടത്തണം. അവനെ കൊല്ലാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ കുറച്ച് ദിവസം വേദന അനുഭവിക്കണം. എന്നോട് കളിച്ചാല് അവനെ എനിക്ക് കളി പഠിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ രേവതി പറഞ്ഞു, മോളെ ഇത് ശരിയായ കേസൊന്നും അല്ലാട്ടോ. നമ്മളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. ഒന്നാതെ ഓരോ നൂലാമാലകൾ വന്നോണ്ടിരിക്കുക, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അതിന്റെ കൂടെ ഇനിയിപ്പം ഈ പ്രശ്നം കൂടെ നിന്റെ അച്ഛൻ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അച്ഛൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും പറയുമൊന്നും വേണ്ട. അമ്മ എന്തിനീ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അച്ഛൻ കാരണമോ സത്യം പറഞ്ഞ് ഞാനിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? അച്ഛൻ കാരണമല്ലേ ആ പണ്ടാരക്കാലിനെ ഞാൻ മയക്കി അവിടെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെന്നത്? ഇപ്പം മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ഇല്ല. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതുമില്ല താനും. ഉള്ളതെല്ലാം അച്ഛൻ കൊണ്ടുപോയി മുടിപ്പിച്ചില്ലേ. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തേ പറ്റൂ. എനിക്ക് അവനെ കൊല്ലാക്കൊല ചെയ്യണം. എന്തെങ്കിലും ഒന്ന് ചെയ്യ അച്ഛ, ഈ മകളോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞപ്പം, മോളെ ഇച്ചിരി പൈസ ഇറങ്ങുന്ന കേസാണേ, അത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അത് വിറ്റിട്ട് ഞാൻ എത്രയാണെന്ന് വെച്ചാൽ തന്നോളാം. പക്ഷെ അവനെ കിടത്തണം. ആദർശ് കുറച്ച് ദിവസം കിടക്കയിൽ കിടക്കണം. ആ നയനെ നിലവിളിച്ച് കരയുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയത്താണെങ്കിൽ പ്രായശ്ചിത്തക്കാവിലൊക്കെ പോയി അവര് സെറ്റൊക്കെ ആയല്ലോ, വഴക്കൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ പോകാനൊക്കെ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. ഒരു അമ്പലത്തിൽ നമ്മുടെ നയനയും ആദർശോടെ പോവുകയാണ്. ദേവയാനി ചെല്ലുന്നില്ല, കാരണം ദേവയാനി ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ദേവയാനിയും ഇവരൊക്കെ ഒന്നിച്ചെന്ന് കരുതൂല്ലോ. അപ്പൊ അതുകൊണ്ട് ദേവയാനി ചെല്ലുന്നില്ല. നയനിയും ആദർശും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ നല്ല സേഫ്റ്റി ഒക്കെ ആയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടൊക്കെ തന്നെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങുന്നു. അപ്പൊ നയന ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. അപ്പൊ നയന നേരെ നന്ദാവനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അമ്പലത്തിൽ ഇറങ്ങി ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആദർശ ഓഫീസിലേക്കും നയന നന്ദാവനത്തിലേക്കുമാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവര് തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പൊ ഇവരെ കണ്ടത് പൂജാരി പറയുന്നുണ്ട്, നിങ്ങൾ ഈ അമ്പലത്തിൽ വരുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം വേറെ ഒന്നുമല്ല, നയന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവൾ ഒരുപാട് സങ്കടപ്പെട്ട് ഈ ദേവിയുടെ മുമ്പിൽ വന്ന് കരഞ്ഞു നിന്നിട്ടുണ്ട്. ഏതായാലും അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾ രണ്ടും ഇങ്ങനെ ഒന്നിച്ചു വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മക്കളെ ദീർഘായുസും ദീർഘസുമംഗലിയൊക്കെ ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പൂജാരി ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടൊക്കെ നമ്മുടെ ആദർശ വണ്ടിയിൽ കയറി പോവുകയാണ്. അതുപോലെ തന്നെ നയന ഒരു ഓട്ടോയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ആദർശ അമ്പലത്തിന്റെ അവിടെ നിന്ന് തിരിഞ്ഞ് വണ്ടി എടുത്തതും
ഒരു വലിയൊരു ലോറിക്കാരൻ, വലിയ ലോറി ഉണ്ടല്ലോ, ഈ ഒത്തിരി വീലൊക്കെ ഉള്ള ഒരു ലോറി, ആ ലോറി ഇങ്ങ് വരിക. ആ ലോറി ഇങ്ങ് വന്നതും ഈ പെട്ടെന്ന് അങ്ങ് തിരിക്കുക ചെയ്തത്. എന്നാൽ പിന്നെ നമ്മുടെ ആദർശ് വ്യക്തമായിട്ട് കണ്ടു ലോറിക്കാരൻ അവിടെ പോകാൻ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്. പക്ഷെ നേരെ വന്ന് നമ്മുടെ ആദർശിന്റെ വണ്ടിയിലിട്ടൊരു ഒറ്റ ഇടി ഇടിച്ചിട്ട് ലോറി ഒരു കൂസലും ഇല്ലാതെ വിട്ടടിച്ചു പോയി. പക്ഷെ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അറിയില്ല കേട്ടോ, ലോറി എന്താ ആരാ എന്നൊന്നും അറിയില്ലല്ലോ. ഒരു ടപ്പോന്നൊരു ഒച്ച കേട്ടു. നയന തിരിഞ്ഞു നോക്കിയതും അവിടെ നിറച്ചും വട്ടത്തിൽ ആളുകൾ കൂടി. അപ്പോഴും നയനയ്ക്ക് മനസ്സിലാവുന്നില്ല ആദർശന് എന്തെങ്കിലും പറ്റിയതാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നയന എന്ത് ചെയ്തു, ആരാന്നറിയാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആദർശ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്. വണ്ടിയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആളില്ലെന്നേ തോന്നത്തുള്ളൂ. അതുപോലത്തെ അവസ്ഥയിലാണ് വണ്ടി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നയന ഓടിച്ചെന്ന് കാറി കൂവി ആദർശേട്ടാ ആദർശേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. തലയുടെ ഇവിടെ നിന്ന് അങ്ങാണ്ട് ചെറിയ ചോരയും ഇങ്ങനെ ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് കൂടി ഓടിക്കൂടി ഇതെന്റെ ഹസ്ബൻഡ്, ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് ഒരാൾ പെട്ടെന്ന് ആ ഓട്ടോയിൽ കയറ്റി നമ്മുടെ ആദർശിനെയും നയനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇതൊന്നും അനന്തപുരി തറവാട്ടിലെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ അപ്പോഴും എന്താ പറയാ, നമ്മുടെ ദേവയാനി മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും ആദർശന് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ നയനയും കൂടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറൊക്കെ കൂടി അവർ സ്ട്രെച്ചറിലൊക്കെ കിടത്തി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി. നയന ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏതായാലും നയന ഫോൺ എടുത്തിട്ട് ആദ്യം നമ്മുടെ ജയനെ തന്നെയാണ് വിളിക്കുന്നത്. അച്ഛ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം, അത്യാവശ്യമെന്ന് പറഞ്ഞു. അപ്പം ജയൻ പേടിച്ചു പോയി. അച്ഛ അവിടെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ മാറി നിന്ന് അച്ഛൻ സംസാരിക്കണം, അത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏത് ഹോസ്പിറ്റലാണ് മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സിറ്റി ഹോസ്പിറ്റലിലാണ് ഇവിടെ ഉള്ളത്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. നമ്മുടെ അജയനും ജയനും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്തായിക്കോട്ടെ ഐസിയുനകത്താണ് നമ്മുടെ ആദർശിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഐസിയുനകത്ത് ആദർശമുണ്ട്, പുറത്ത് നമ്മുടെ നയനി ഇരുന്ന് കരയുന്നുമുണ്ട്. അങ്ങനെ ജയനും ഓടിച്ചെന്നു, അജയനും ഓടിച്ചെന്നു. എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഏതായാലും ഈ സമയത്ത് ഡോക്ടറിനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജയനും അജയനും കൂടെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ജയനും അജയനും കൂടെ ഡോക്ടറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല, പുള്ളിക്കാരന്റെ ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, കണ്ടീഷനൊക്കെ ഇറ്റ്സൊക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യിൽ ശകലം പൊട്ടലുണ്ട്, പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഷോൾഡറിനോ കൈക്കോ ഒക്കെ ഒരു ചെറിയ പൊട്ടലുണ്ട്. പിന്നെ ഈ തലേന്ന് ഒരു ചെറിയൊരു മുറിവുണ്ട്, അതാണ് ബ്ലഡ് വന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ഉള്ളിലേക്ക് ആഴ്ന്ന മുറിവൊന്നുമില്ല. ഏതായാലും രക്ഷപ്പെട്ടല്ലോ. ഇതൊരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഈ എയർ ബാഗ് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇപ്പം ഒന്നും സംഭവിക്കാതിരുന്നത്. ആദർശൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആദർശന്റെ പൊടി പോലും കിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം നേരെ വന്ന് ഇടിക്കുകയാണ് ചെയ്തത് വണ്ടി. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നിവിടെ കിടത്താം, ഇവിടെ കിടത്തിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു കയ്യിൽ ആ ഒരു വസ്ത്രമൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പോകാം, കയ്യിൽ നിന്ന് ഇച്ചിരി നാളത്തേന് അനക്കാതെ വെക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ഇനി നിർബന്ധമാണെങ്കിൽ പേടിയുണ്ട് നിങ്ങൾ ഇവിടെ കിടന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ട്, അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടോളാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ആദർശ് നയനെ ഓടിച്ചെന്ന് ആദർശിനെ കയറി കാണുകയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നയന, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, എങ്ങനെയാ അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെടില്ല, അമ്മയ്ക്ക് പേടിക്കില്ലേ എന്ന് പറയുമ്പോൾ പേടിക്കാന്നോർത്ത് നമുക്ക് പറയാതിരിക്കാനോ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാനോ പറ്റത്തില്ലല്ലോ. അത് സാരമില്ല, ഇപ്പം വലിയൊരു അപകടമാണെങ്കിലും അതൊരു ചെറിയ രീതിയിൽ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയില്ലേ, എന്തോ വലുത് വരാനിരുന്ന് അങ്ങ് ചെറുതായിട്ട് പോയി എന്നങ്ങ് കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആദർശ് പറഞ്ഞു, അച്ഛ ഒരിക്കലും ആ വണ്ടി റോങ് സൈഡ് കയറി വന്നൊന്നും അല്ല, ഞാനും റോങ് സൈഡ് കയറി പോയിട്ടില്ല, ആ വണ്ടി നേരെ വരുമായിരുന്നു, അത് എന്നെ ലക്ഷ്യമാക്കി തന്നെ ആ വണ്ടി വന്നത്, എനിക്ക് ഉറപ്പുണ്ട്. ആരോ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി അപകടത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് ആ വണ്ടി വന്നത്, അത് ഉറപ്പാണ്. കാരണം അതുപോലെയാണ് ആ വണ്ടി എൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇടിച്ച് കയറിയത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പുണ്ട്, വേറെ വണ്ടികളോ ഒന്നും ഇല്ലായിരുന്നു, അത്രയും ഇടയുള്ള വഴിയല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയനി ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. ആദർശേട്ടൻ പറഞ്ഞു വരുന്നത്, അതെ, ആരോ മനഃപൂർവ്വം ചെയ്തതാ, എനിക്ക് ഉറപ്പാച്ചാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജയൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യ്, ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട, ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതാണല്ലോ, അതുപോലെ അമ്പലത്തിന്റെ സൈഡ് ആയതുകൊണ്ട് അവിടെ CCTV കാണുകയും ചെയ്യും, നമുക്ക് ഒന്ന് രഹസ്യമായിട്ടൊന്ന് നമുക്ക് അന്വേഷിക്കാം, ഇനിയിപ്പോൾ ആരോടും പറയണ്ട, മനഃപൂർവ്വമായിട്ട് ആരും ഇടിച്ചതാണെന്നൊന്നും വേറെ ആരും അറിയാൻ നിൽക്കണ്ട. അതുപോലെ വീട്ടില്
മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ ഇത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണ് എന്ന് അറിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ടെൻഷൻ ആകും. പിന്നെ ആദർശിന് പുറത്തു പോകാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയായി തീരും. ഇതേ സമയത്താണെങ്കിൽ ഈ ലോറി ഉടമ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ വേണുവിനെ വിളിച്ചിട്ട്, അതേ തരാന്ന് പറഞ്ഞ 5 ലക്ഷം രൂപ, അതിൽ പകുതി ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ, ബാക്കി പൈസ തരാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞ് തന്നാ പോരെ. ഒരാഴ്ച കഴിഞ്ഞൊന്നും പറ്റില്ല. ഇതാ തന്റെ ഒരു കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കാത്തത്, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. ധൃതിപ്പെടാതെ എന്റെ പൊന്ന്. എന്തോ പേരെന്തോ പറയുന്നുണ്ട് കേട്ടോ, പേര് ഞാൻ മറന്നുപോയി. ധൃതിപ്പെടാതെ ഉറപ്പായിട്ട് ഞാൻ തരുന്നു പറഞ്ഞപ്പോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ തന്നില്ലെങ്കിൽ ഇതേ ഈ വിഷയം ഞാൻ കുളവാക്കി ചളവാക്കി കൈ തരും, ഞാൻ പോയി അവരോട് പറയും നിങ്ങളാ ഇതിന് പിന്നിലെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? വേണു 5 ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, എന്തിനാ നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തത്? 5 ലക്ഷം രൂപ കൊടുക്കാതെ ഇടി ഇപ്പൊ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ 5 ലക്ഷമൊക്കെ ഏറ്റവും കുറവാ. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാര് ജയിലിൽ പോകും. പിന്നെ കുടുംബത്തെ ആര് നോക്കും? അതിനുവേണ്ടിയൊക്കെ ഇവന്മാർ ഇത്രയും പൈസയൊക്കെ മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല, അവർ ചോദിച്ച പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷം. അനാമികയാണെങ്കിൽ ഇതിനിടയ്ക്ക് ഇവിടെയാണല്ലോ, ഇവിടെ നമ്മുടെ ജയവതിയുടെയും വേണുവിന്റെയും കൂടെ. അപ്പം അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ ആക്സിഡന്റിനൊക്കെ മുമ്പ് തന്നെ അനാമിക അങ്ങോട്ടേക്ക് ചെന്നു. കാരണം ഇല്ലെങ്കിൽ ഇതിന് പിന്നിൽ അനാമികയാണെന്ന് ഡൗട്ട് അടിക്കൂലോ. അതുകൊണ്ട് വീണ്ടും അതേപടി വന്ന രീതിയിൽ തന്നെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അനന്തപുരി തറവാട്ടിലേക്ക് ചെന്നായിരുന്നു. പക്ഷേ നമ്മുടെ അനന്തമൂർത്തി ഇനി ഒരു തീരുമാനമൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ അനന്തമൂർത്തി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനാമിക ആരാണ്, എന്താണ്, ഒരു വിവാഹ തട്ടിപ്പുകാരിയാണ്, ഹണി ട്രാപ്പുകാരിയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനന്തമൂർത്തിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അനന്തമൂർത്തി തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇലയ്ക്കും മുള്ളിനും കേട് വരാത്ത രീതിയിൽ തന്നെ അനാമികയെ പൂട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിശേഷം ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാട്ടോ. അനാമികയുടെ അനന്തപുരിയിലുള്ള വാസം അവസാനിക്കാറായി. ഇതെപ്പോഴും പറയുന്ന പോലെ പറയുന്നതല്ല. ഈ കഥയുടെ ഒരു പോക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അനന്തപുരിയിൽ നമ്മുടെ അനാമികയുടെ സ്ഥാനം അത് തെറിക്കാൻ പോവുകയാണ്. അത് അനന്തമൂർത്തി കാരണമാണ് സത്യം പറഞ്ഞ അനാമിക ഇത്രയും നാൾ അവിടെ നിന്നത്. അനന്തമൂർത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു ഡിവോഴ്സും കാര്യങ്ങളും, അതും വേറൊരു ഇനിയിപ്പോ ഒരു രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്നുള്ളതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു മൂർത്തിക്ക്. പക്ഷെ മൂർത്തിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ കുടുംബത്തിനും അനിക്കുമൊക്കെ അത് ദോഷം ചെയ്യും, അനിയുടെ ജീവിതത്തെ ബാധിക്കും എന്നൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വിശേഷത്തിൽ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് 12:45 ആകുമ്പോഴാണ് അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നത്. ഫുൾ വിശേഷം അല്ല, ഞാൻ എടുത്തു പറയാണ്. അപ്പൊ ഇന്നലെ ആരോ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇത് യാതൊരു ബന്ധവും ഇല്ലല്ലോ, ഇന്നത്തെ കണ്ടത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അപ്പൊ നാളെ എങ്ങനെ ഇത് ആകുമെന്ന്. ഇത് നാളത്തെ വിശേഷം അല്ല ഞാൻ പറയുന്നത്. നാളത്തെ വിശേഷവും ഇന്നത്തെ വിശേഷവും നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത്, ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കേട്ടിട്ട് നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇത് അപ്കമിങ് വിശേഷമാണ്, അത് നമ്മൾ എഴുതി വിടുന്നുണ്ട് അപ്കമിങ് വിശേഷമാണെന്ന്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.